ഇങ്ങനെയൊന്നും ഇത്ര ആവും ഞാനൊന്നും വിചാരിച്ചിട്ടുണ്ടായില്ല. എന്തിനാ ഇങ്ങനെ അച്ഛനെ ഇത്രയും കഷ്ടപ്പെടുത്തണം? കൊറോണ വന്നപ്പോൾ എൻ്റെ അച്ഛൻ്റെ അമ്മക്ക് തളർന്നു പോയി. അപ്പം എൻ്റെ അച്ഛൻ മാത്രമേ വീട്ടിൽ നിന്ന് പണിക്കോളൂ. ആഴ്ച 7,000 രൂപയൊക്കെ കടമുണ്ടായ ടൈമിൽ ആ ടൈമിലാണ് ഞാൻ അച്ഛനോട് ഇത് പറഞ്ഞത്. പക്ഷെ അന്ന് കാശില്ലെങ്കിലും അച്ഛൻ എനിക്ക് പൈസ ഒപ്പിച്ച് തരാറുണ്ട്. കൂട്ടുകാർ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഈ ഡ്രസ്സ് കൊള്ളാം, പക്ഷെ അത് എനിക്ക് ചേരാനുള്ള, എനിക്ക് അർഹതപ്പെട്ടതല്ല, അങ്ങനെ അവർ പറയണത്. ഈ ഡ്രസ്സിലെ വേറെ ആർക്കെങ്കിലും കൊണ്ട് ഇടിച്ചിട്ട് ബോഡി ഷേമിങ് മൊത്തം, വണ്ണമില്ല, സ്കിൻ കളറ്, മുഖം കാണാൻ കൊള്ളത്തില്ല. എല്ലാവരും ഒന്നിച്ച് ചോദിക്കണത് എന്താ ബ്ലൗസ് തയ്ക്കാൻ അറിയാം, അതാണ് എല്ലാവരും ചോദ്യം. പിന്നെ അത് എന്താ +2 തോറ്റായിരുന്നു, അതാണ് ഇതിന് പോണത്. ആ ടൈമിന് ഇത് ഭയങ്കര പുച്ഛായിരുന്നു. ഫാഷൻ ഡിസൈൻ എന്താ ഇപ്പൊ പഠിക്കുന്ന കോഴ്സ്? ഫാഷൻ ഡിസൈൻ തന്നെ പഠിക്കും. അവിടുന്ന് സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല, എക്സാം എഴുതിച്ചില്ല. എക്സാം എഴുതിക്കുമെന്ന് ചോദിച്ചപ്പോൾ അവിടുത്തെ മിസ് എഴുതിക്കൂല എന്നും പറഞ്ഞു. ആ മിസ്സാണെങ്കിൽ എൻ്റെ നിന്ന് മറ്റേ എക്സാം ഫീസും എല്ലാം വാങ്ങി. അന്ന് എൻ്റെ കാശില്ലാത്ത ടൈമാണ്. അച്ഛൻ എന്തോ 1000 എത്ര ആയിരുന്നു തോന്നുന്നു, അത് എവിടുന്ന് ഒപ്പിച്ച് എനിക്ക് തന്നിട്ട് ഞാൻ കൊണ്ട് കൊടുത്തു. എന്നിട്ട് എന്നെ കൊണ്ട് എഴുതിച്ചില്ല. ആളുകള് പറ്റിക്കാനുള്ള ശ്രമമൊക്കെ നടത്തിയിട്ടുണ്ടോ? കുറെ ഉണ്ടായിട്ടുണ്ട്. എല്ലാം ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ എനിക്കിപ്പോ ഒന്നും ഇല്ലല്ല, ഇല്ലാന്നും പറഞ്ഞിരുന്നാൽ എപ്പോഴും ഇല്ലാണ്ടായിരിക്കുള്ളൂ. ഉള്ളത് കൊണ്ടിട്ട് ചെയ്ത് തുടങ്ങാം, എന്നാലേ എന്തെങ്കിലും ആവാൻ പറ്റത്തുള്ളൂ. അന്നൊക്കെ അച്ഛനോട് ആരും മിണ്ടത്തില്ല എന്ന് പറഞ്ഞാൽ എല്ലാവരും അല്ല, അത്യാവശ്യം പൈസ ഉള്ള കുറച്ച് ആൾക്കാരൊന്നും മിണ്ടില്ലായിരുന്നു. ഞാൻ അന്ന് റീച്ച് ആയിക്കാണ്ട് അച്ഛൻ എൻ്റെ അടുത്ത് ഓടിയും സന്തോഷിച്ച് പറഞ്ഞ്, എടി അന്ന് ഞാൻ നോക്കി ചിരിച്ചവർ പോലും എന്നോട് മിണ്ടിയിട്ടുണ്ടായില്ല, അങ്ങനെയുള്ളവർ വരെ വണ്ടി നിർത്തി ഇറങ്ങി എൻ്റെ അടുത്ത് ഓടി വന്ന് സംസാരിച്ച് എന്നൊക്കെ വന്നിട്ട് അച്ഛൻ പറഞ്ഞു. നമ്മുടെ ഒരു ആഗ്രഹം പറയുമ്പോൾ വീട്ടുകാരത് മനസ്സിലാക്കി ചെയ്തുകൊണ്ട് അല്ലേ, അതുകൊണ്ട് വിഷമിക്കൊന്നും വേണ്ട. ഇന്ന് കൃഷ്ണപ്രിയ നിൽക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. സ്വന്തമായിട്ടൊരു ബ്രാൻഡ് ഉണ്ടാക്കുക, സ്വയം ഒരു ബ്രാൻഡായിട്ട് മാറുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള പരിപാടിയല്ല. ചുരുങ്ങിയ സമയം കൊണ്ട് സ്വന്തമായിട്ടൊരു ബ്രാൻഡായിട്ട് മാറിയ ഒരു കൊച്ച് വലിയ മിടുക്കിയാണ് ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത്. ഒരു ഫാഷൻ ഡിസൈനറാണ് കൃഷ്ണപ്രിയ. സ്വാഗതം. സത്യത്തിൽ കൃഷ്ണപ്രിയയുടെ ഇൻ്റർവ്യൂ ഒക്കെ ഞാൻ സെർച്ച് ചെയ്ത സമയത്തും വീഡിയോസ് കാണുന്നതിന് മുൻപ് എനിക്ക് കൃഷ്ണപ്രിയ എപ്പോഴെങ്കിലും ഇൻ്റർവ്യൂ ചെയ്യണം, മീറ്റ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാൻ കണ്ടപ്പോഴും ആ എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ സംസാരിക്കുകയൊക്കെ ചെയ്ത്. ബിക്കോസ് എല്ലാ പെൺകുട്ടികളുടെയും ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ സേവ് ചെയ്ത് വെക്കുന്ന ഒരു വീഡിയോ ഉണ്ടെങ്കിൽ ചിലപ്പോൾ കൃഷ്ണപ്രിയൻ്റെ വീഡിയോ ഉണ്ടാവും. ബിക്കോസ് നമുക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഗൗൺസ് ഉണ്ടല്ലോ, സിൻഡ്രലയും ഡോളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള, കുട്ടിക്കാലത്ത് കണ്ടിട്ടുള്ള പെൺകുട്ടികളുടെ മനസ്സിലുള്ള ഒരു ഗൗൺ, അതാണ് കൃഷ്ണപ്രിയയിൽ നിന്ന് എപ്പോഴും നമുക്ക് കിട്ടാറുള്ളത്. എനിക്ക് എപ്പോഴും ചോദിക്കണമെന്ന് വിചാരിക്കുന്നത്, എന്തുകൊണ്ടാണ് സ്റ്റാർട്ടിങ് മുതൽ ഇന്ന് വരെ ഈ ഗൗൺസിനോട് ഇത്ര ഇഷ്ടവും, ഗൗൺസിൻ്റെ രാജകുമാരി എന്നാട്ടോ ഞങ്ങൾ വിളിക്കാറ് സത്യത്തിൽ, എന്തുകൊണ്ടാണ് ഈ ഗൗൺസിന് ഫോക്കസ് ചെയ്യാം, അതിലേക്ക് തിരിഞ്ഞത്, അത് മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു തീരുമാനം എന്തുകൊണ്ടാണ്? കുഞ്ഞിലേ തൊട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഗൗണൊക്കെ, ഈ ബോൾ ഗൗണൊക്കെ. ഈ കടയിലൊക്കെ ഞാൻ അത്യാവശ്യം വിടർന്ന ഗൗണൊക്കെ ഉണ്ടാവില്ലേ, അന്ന് വാങ്ങാൻ പറ്റിയിട്ടുണ്ടായില്ല. അപ്പം അങ്ങനെ കണ്ട് 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 പിന്നെ ഈ ഒരു സിനിമയില്ലേ, അതിനകത്ത് മറ്റേ പൂക്കളെ ഒരു വൈറ്റ് ഗൗൺ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്ക് അങ്ങനത്തെ വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ കുറെ കടയിലൊക്കെ തപ്പി നടക്കുകയൊക്കെ ചെയ്ത. എന്നിട്ട് അങ്ങനത്തെ ഇട്ടിട്ടുണ്ട് ഒരു ഗൗൺ കിട്ടിയായിരുന്നു. പക്ഷെ അതിനെന്തോ 1000 എത്ര ആയിരുന്നു ആ ടൈമിന്. അപ്പം പിന്നെ അന്ന് വാങ്ങിയില്ല. അന്നൊക്കെ ഭയങ്കര ഇഷ്ടമായി എനിക്ക് ഇങ്ങനത്തെ ഗൗണുകൾ. അതാ എപ്പോഴും അതിനിങ്ങനെ ചെയ്തോണ്ടിരിക്കണം. എപ്പോഴും ഇങ്ങനെ ആരെങ്കിലും ഗൗണ് എത്ര ഉണ്ടെങ്കിലും അങ്ങനത്തെ ആരെങ്കിലും ഇട്ട് കണ്ടാലും എനിക്ക് അപ്പം അങ്ങനത്തെ എനിക്കും വേണമെന്നൊരിത്. അപ്പൊ എപ്പോഴും അങ്ങനത്തെ തന്നെ ഇങ്ങനെ ചെയ്യും. എനിക്ക് അന്ന് ഗൗൺ ആഗ്രഹിച്ച ഒരു ഗൗണ് വാങ്ങണമെന്ന്, ഇന്ന് ഇഷ്ടപ്പെട്ട ഗൗണൊക്കെ സ്വയം അങ്ങ് ഉണ്ടാക്കുക അല്ലേ, അതൊരു വലിയൊരു ഭാഗ്യവും അച്ചീവ്മെന്റും കൂടെയല്ലേ സത്യത്തിൽ. അതിന് ഭയങ്കര സന്തോഷത്തെ, എനിക്ക് ഓരോ ഗൗണ് ഭയങ്കര സന്തോഷത്തോടെ ഉണ്ടാക്കുന്ന ഒരാളാന്ന് തോന്നുന്നു അല്ലേ? അങ്ങനെ തന്നെയാണ്. ഞാൻ ഉണ്ടാക്കിയിട്ട് എല്ലാരും ചോദിക്കും, ഞാൻ ആർക്കും കൊടുക്കാറില്ല, ഞാൻ അത്ര സൂക്ഷിച്ചു വെച്ചേക്കണേ. വെക്കാൻ സ്ഥലമില്ല, എന്നാലും എല്ലാം എന്താ ഓരോ കവറിലാക്കി എടുത്ത് മാറ്റി മാറ്റി വെച്ചേക്കണേ. എനിക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം എടുക്കാൻ പറ്റുന്ന രീതിയിൽ. എത്ര ഗൗൺസ് ഉണ്ട് ഇപ്പൊ സ്വന്തമായിട്ട്? 20 കൂടുതലുണ്ടാവും ബോൾ ഗൗൺ. 20 സ്വന്തമായിട്ട് ചെയ്യുന്ന ഗൗണ്. ഈ ഞങ്ങൾ വീഡിയോ കണ്ടു തുടങ്ങിയ സമയത്ത് ഞാനടക്കം വിചാരിച്ചത്, ഇപ്പം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പുതിയതായിട്ടൊരു ആള് വീഡിയോസ് ചെയ്യാണ്, പ്രത്യേകിച്ച് ബിസിനസ് പരമായിട്ട് തുടങ്ങുകയാണെങ്കിൽ എന്തെങ്കിലും പുതിയ ഐഡിയാസ് കൊണ്ടുവരും, എങ്കിൽ മാത്രമേ വർക്ക് ആവത്തുള്ളൂ. ഒരു ചെറിയ കുട്ടി, അന്ന് 18 വയസ്സേ ഉള്ളൂ അല്ലേ, ചെറിയ കുട്ടി വീഡിയോ ചെയ്യാണ്, അതും ഒറ്റക്ക് ഇല്ല സ്ഥലത്തൊക്കെ പരിമിതിയൊക്കെ വെച്ചിട്ട് ഒരു ബാക്കിൽ ഒരു ബാക്ക് കവറൊക്കെ സെറ്റ് ചെയ്ത് ഒരു വൈറ്റ് ക്ലോത്ത് ഒക്കെ വെച്ചിട്ട് ഒരു സ്റ്റുഡിയോ പോലെ സ്വയം ഉണ്ടാക്കിയിട്ട് ആൾ വീഡിയോ ചെയ്യാം. അപ്പം അതിന് നെഗറ്റീവും പോസിറ്റീവും ഒരുപാട് കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ആളുകൾ കൂടുതലും ചുറ്റും പറഞ്ഞത് ഇത് പക്ക ഒരു ബിസിനസ് മൈൻഡാണ്, അല്ലെങ്കിൽ ഇതിന് പുറകെ ഒരുപാട് ആളുകളുണ്ട്,
വലിയ വീട്ടിലെ കുട്ടിയാ, പക്ഷെ നമുക്ക് ഈ ആളുകളുടെ ഫോളോവേഴ്സ് കൂടാൻ വേണ്ടിയിട്ട് ചെറിയ സെറ്റപ്പിൽ അങ്ങ് തുടങ്ങുന്നതായിരുന്നു. അങ്ങനെ കേട്ടിട്ടുണ്ടാവുമല്ലോ, ശരിക്കും സത്യാവസ്ഥ എന്താ? അത് കുറെ പേര് പറഞ്ഞിട്ടുണ്ടായി. എന്ന് വെച്ചാൽ ഒരു തമിഴ്നാട്ടിലൊരു ചേട്ടൻ എൻ്റെ വീഡിയോ കണ്ടിട്ട് ആ ചേട്ടൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായി. അതിനകത്ത് കുറേ പേര് പറഞ്ഞു ഇത് വെറുതെ കള്ളത്തരം പറയാനാണ്, എനിക്ക് നല്ല വലിയ വീടൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒന്നും ഡ്രസ്സൊന്നും ചെയ്യത്തില്ലല്ലോ, ഇത്ര വലിയതൊക്കെ ഇങ്ങനെ കാശില്ലാണ്ട് എങ്ങനെ ചെയ്യുന്നു. ഞാൻ അതൊക്കെ സത്യത്തിൽ എനിക്ക് കിട്ടണ കാശ് ഞാൻ കുഞ്ഞായിട്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമായിരുന്നു പണ്ട് തൊട്ടേ. അപ്പം കിട്ടണ ഒരു 250 ആവട്ടെ എല്ലാം ഇങ്ങനെ കൂട്ടി വെക്കും, സേവ് ചെയ്ത് കിട്ടണതിനകത്തുനിന്ന് പോയി തുണിയെടുത്ത് സ്റ്റിച്ച് ചെയ്യും, അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ എൻ്റെ ഒരു 2 ഗൗൺ ഉണ്ടായി. അതിൻ്റെ വീഡിയോ ഇട്ട് പിന്നെ റീച്ച് കയറാൻ തുടങ്ങിയപ്പോൾ എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ തന്നവരുടെ നിന്ന് ഇത്തിരി തുണിയൊക്കെ ബാലൻസ് ഒക്കെ ഉണ്ടാവും, കട്ട് പീസൊക്കെ. പിന്നെ അതുകൊണ്ടും ചെയ്യണ ഡ്രസ്സുകളും ഞാൻ അങ്ങനെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പം എല്ലാവരും ഓർക്കണത് ഞാൻ വെറുതെ കള്ളത്തരം പറയണേ അങ്ങനെയൊക്കെ ഓർക്കാനുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു കഷ്ടപ്പാടുണ്ട് പുറകില്, ആ കുട്ടിയുടെ ഒരു ആഗ്രഹമാണ് ഈ പറയുന്നത് മുന്നോട്ട് പോകണം. അല്ലാതെ ഈ പറയുന്ന പോലെ നെഗറ്റീവ് കമന്റ്സിലൊന്നും ഈ നെഗറ്റീവ് കമന്റ്സ് നോക്കാറുണ്ടോ, അല്ലെങ്കിൽ അത് എപ്പോഴും വറീഡ് ആവാറുണ്ടോ? ഇനി ആദ്യം നെഗറ്റീവ് കമന്റ് വരാണ്ടിരിക്കാൻ വേണ്ടി കമന്റ് ബോക്സ് ഓഫ് ആക്കിയിട്ടേക്കണേന്ന്. ഇപ്പൊ ഓണാക്കി. മലയാളികൾ പറയത്തില്ല, ഹിന്ദിക്കാരെ മൊത്തം വേണം. ഹിന്ദിയിലാണ് പിടിപാട്. അവര് ഫുള്ള് എന്താ സ്കിൻ കളറ്, ബോഡി ഷേമിങ് മൊത്തം, എന്താ വണ്ണമില്ല, മുഖം കാണാൻ കൊള്ളത്തില്ല, ഈ ഡ്രസ്സ് കൊള്ളാം പക്ഷെ അത് എനിക്ക് ചേരാനുള്ള, എനിക്ക് അർഹതപ്പെട്ടതല്ല, അങ്ങനെ അവർ പറയണത്. ഈ ഡ്രസ്സിലെ വേറെ ആർക്കെങ്കിലും കൊണ്ട് ഇടിച്ചിട്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് തുടങ്ങിയ ടൈമിൽ കുറേ പേര് എനിക്ക് ഫോട്ടോഗ്രാഫേഴ്സ് എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു, ഈ ഡ്രസ്സ് തരുമോ? ഞാൻ കൊടുത്തില്ലേ, വിളിച്ചില്ല, അവർക്ക് ഡ്രസ്സ് മാത്രമേ. എല്ലാവരും അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. പിന്നെ എന്തിനാ ഞാൻ തന്നെ ചെയ്യണം, എനിക്ക് വണ്ണം ഇല്ലല്ലോ, ഇത്തിരി അത്യാവശ്യം വണ്ണമൊക്കെ ഉള്ള ഭംഗിയുള്ള ആരെങ്കിലും കൊണ്ട് ചെയ്യിച്ചൂടെ, അങ്ങനെയൊക്കെ കുറെ പേര് മോഡലായിട്ട് ചെയ്യുന്ന ഡ്രസ്സൊക്കെ മോഡലാക്കിയിട്ട് വേറെ ആളെ കൊണ്ട് ചെയ്യിച്ചൂടെ എന്നൊക്കെ. ആ മുഖത്തേക്കൊന്ന് നോക്ക്, നമ്മുടെ ജൂനിയർ ദീപിക പക്കോണ പോലില്ലേ. ആ സത്യത എത്ര കമന്റ്സ് കണ്ടിട്ടുണ്ടാവുമല്ലോ, അത്ര കമന്റ്സുകള്. എനിക്ക് സംസാരിക്കുമ്പോൾ ശരിക്കും ഈ പറയുന്ന ഫീച്ചേഴ്സ് ഒക്കെ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇത്രയും സുന്ദരിയായ കുട്ടി അല്ലാതെ വേറെ ആരാണ് സ്വന്തമായിട്ടുള്ള ഡ്രസ്സ് സ്റ്റൈൽ ചെയ്ത് കാണിക്കാനും വേണം അല്ലേ? പക്ഷെ നമ്മൾ ആളുകൾക്ക് ഡ്രസ്സ് ഇഷ്ടപ്പെടുന്നത് സത്യം പറഞ്ഞാൽ കൃഷ്ണപ്രിയ ഇട്ട് കണ്ടിട്ടാണ്. സത്യത്തിൽ ആ ഒരു ഫിറ്റും രസമായിട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ ബോഡി ഷേമിങ് പരിപാടികളൊക്കെ ഒന്നും മൈൻഡ് ചെയ്യണ്ട, പക്ഷെ അത് രസമായിട്ട് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഓർഡർ എടുക്കാനും ഡ്രസ്സ് വാങ്ങാനൊക്കെ തോന്നുന്നു കേട്ടോ. അപ്പം നെഗറ്റീവ് കമൻറ്റ്സ് ഒന്നും മൈൻഡ് ചെയ്യണ്ട. പൊതുവെ ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് സർക്കിളിൽ കുറേ പേര് ഈ ഫാഷൻ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പം അവർ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളൊരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊതുവേ നമ്മുടെ സൊസൈറ്റിയിൽ കേട്ടിട്ടുള്ളത് ഈ മേക്കപ്പ് ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫാഷൻ ഡിസൈനിങ് ഇതൊക്കെ പഠിക്കുന്ന ആളുകൾ, അധികം പഠിക്കാൻ കഴിവില്ലാത്ത അല്ലെങ്കിൽ ഈ തോറ്റു പോയിട്ടുള്ളവർ മറ്റു കോഴ്സസ് എടുക്കാൻ മടിയായിട്ട് ചെയ്യുന്നതാണെന്ന് ഇന്നും ആളുകൾ പറഞ്ഞത്. എനിക്കൊന്ന് ഇന്ന് കുറച്ച് ചേഞ്ചസ് വന്നിട്ടുണ്ടെങ്കിൽ ഒരു സമയത്ത് ഇതായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതുപോലെ കേട്ടിട്ടുണ്ടാവുമല്ലോ. എനിക്ക് എന്താ എൻ്റെ കൂട്ടുകാർ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അത് എന്നെ ഇഷ്ടമില്ലാത്ത ആൾക്കാർക്കില്ല, അവരൊക്കെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറയണമല്ലോ, അതിന് വേണ്ടി എന്താ പഠിക്കണേന്ന് ചോദിക്കുക. അവരൊക്കെ ഡിഗ്രിക്ക് പോയപ്പോൾ ഞാൻ ഫാഷൻ ഡിസൈനിങ്, എനിക്ക് ഡിഗ്രിക്ക് പോകണമെന്നുണ്ടായി, എൻ്റെ അച്ഛനുണ്ട് ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ ചേർത്ത്. ചെന്നാൽ എൻ്റെ ചേച്ചിയുടെ കല്യാണത്തിന് സ്റ്റിച്ച് ചെയ്താണ് ഇപ്പോൾ എല്ലാവരും പറഞ്ഞു. അപ്പം പിന്നെ അച്ഛനെ ഓർത്ത് എന്നാൽ ഡിഗ്രിക്ക് വിടണ്ട, ഇതിന് വിട്ടാൽ മതി എന്ന് ഓർത്തിട്ട് വിട്ടിട്ടുണ്ടായി. അപ്പം എല്ലാവരും ഒന്നിച്ച് ചോദിക്കണത് എന്താ ബ്ലൗസ് തയ്ക്കാൻ അറിയാം, അതാണ് എല്ലാവരും ചോദ്യം. പിന്നെ അത് എന്താ +2 തോറ്റായിരുന്നു, അതാണ് ഇതിന് പോണത്. ആ ടൈമിന് ഇത് ഭയങ്കര പുച്ഛമായിരുന്നു ഫാഷൻ ഡിസൈനിങ്. എൻ്റെ വീഡിയോ റീച്ച് ആയി കഴിഞ്ഞിട്ട് കുറേ പിള്ളേർ മെസ്സേജ് ഒക്കെ അയക്കാറുണ്ട്, മുമ്പ് ഞങ്ങൾക്ക് ഷോക്ക് ഇങ്ങനെ സങ്കടപ്പെടേണ്ട ഉണ്ടായുള്ളൂ, ഇപ്പോൾ കുഴപ്പമില്ല, എല്ലാവർക്കും ഇഷ്ടമാണ്, അച്ഛനൊക്കെ സമ്മതിച്ച് പൊക്കോളാനെന്നൊക്കെ പറഞ്ഞു. അച്ഛൻ ഭയങ്കര സപ്പോർട്ട് ചെയ്തു. ഇപ്പം ഈ പറഞ്ഞ പോലെ ഫാമിലിയിൽ നിന്ന് നമുക്ക് സപ്പോർട്ട് വേണമല്ലോ. അന്നൊരു 18 വയസ്സാണ്, വീട്ടിൽ നിന്നുള്ളൊരു റെസ്പോൺസ് എങ്ങനെയാണ്? അവർ ഭയങ്കര പ്രൗഡാണോ? അച്ഛനും അമ്മയും സപ്പോർട്ടായിരുന്നു. വേറെ പിന്നെ ഇവനും ബാക്കി കുടുംബക്കാരാ കൂട്ടുകാരാ അവർക്കൊന്നും അത്ര താല്പര്യമില്ല. എന്ന് വെച്ചെന്നാൽ ഞങ്ങളുടെ വീട്ടിൽ അത്യാവശ്യം കട ഉണ്ടായ ടൈമായിരുന്നു. അപ്പം എന്താ അപ്പോഴായിരുന്നു അച്ഛനോട് ഞാൻ ആദ്യമായിട്ട് എനിക്ക് ബോൾ ഗൗൺ എൻ്റെ 18ാമത്തെ വയസ്സിൽ എനിക്ക് വേണമെന്ന് പറഞ്ഞത്. അപ്പം അതിന് എത്ര അച്ഛനെ കാണിച്ചപ്പോൾ അച്ഛൻ ഇത് കൊള്ളാലോ, പിന്നെ എത്ര വേണം? ഞാൻ ഒരു 5000 ഒക്കെ വേണം. അയ്യോ അത്ര വേണം ആദ്യം ചോദിച്ചു. എന്നിട്ട് പറഞ്ഞ് എന്താ 500 വെച്ചിട്ട് തരാം, ഒറ്റയടിക്ക് തരാനുണ്ടാവത്തില്ല, അപ്പം ഒരാഴ്ച 500 തരും, അപ്പം അതിന് തുണിയെടുക്കും, ഒരാഴ്ച അങ്ങനെ എടുത്തിട്ടാണ് ചെയ്തിട്ടുണ്ട്. അന്ന് എന്താ കുറേ പേര് എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ കൂട്ടുകാരായിട്ട് അവരൊക്കെ വന്നിട്ട് അത്യാവശ്യം ഈ വഴക്ക് പറഞ്ഞു തന്നെ, ഇങ്ങനെ കടത്തിൻ്റെ ഒക്കെ തിക്കണേലേ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പം അവരൊക്കെ ഇമോഷണൽ ആവുന്നു. അത് സീരിയസ്ലി ഇറ്റ്സ് ഓക്കെ.
കൃഷ്ണപ്രിയ ഇപ്പോൾ എനിക്കറിയാതെ അത്രയും ഫീൽ ചെയ്ത ആൾ കൊണ്ടാണ് ഇത്ര വിഷമിക്കണേ. കാരണം ആ പാരൻസിൻ്റെ സപ്പോർട്ട് അല്ലേ, അത് വിഷമിക്കണേ. ഇന്ന് എനിക്കറിയാം കൃഷ്ണപ്രിയ കരഞ്ഞാൽ ഞാൻ കരയും, പെട്ടെന്ന് കരയാൻ പിടിക്കുക ഞാൻ. എനിക്കറിയാതെ അത്രയും സന്തോഷം കൊണ്ടും നമ്മുടെ ഒരു ആഗ്രഹം പറയുമ്പോൾ വീട്ടുകാരത് മനസ്സിലാക്കി ചെയ്തുകൊണ്ട് അല്ലേ, അതുകൊണ്ട് വിഷമിക്കുന്നു വേണ്ട. ഇന്ന് കൃഷ്ണപ്രിയ നിൽക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ. യെസ്, അത് ഉള്ളിൽ തട്ടി പറഞ്ഞതുകൊണ്ടാ. കരയണ്ട കരയണ്ട, വെള്ളം എടുത്തട്ടെ. ഇന്ന് അച്ഛനോട് പറഞ്ഞ് കളിയാക്കിയ ആളുകളുണ്ടല്ലോ, സ്റ്റിൽ ഉറപ്പായിരിക്കുമല്ലോ ഇന്ന് അവർ മാറ്റി പറഞ്ഞിട്ടുണ്ടാവുമെന്ന് ഇല്ലേ? അത് അച്ഛൻ തന്നെ എപ്പോഴും പറഞ്ഞിട്ടുണ്ടോ? എന്ന് പറയുമ്പോ അവരെന്നെ വന്നിട്ട് പറയണം, എന്തിനാ ഇങ്ങനെ അച്ഛനെ ഇത്രയും കഷ്ടപ്പെടുത്തണം, ഒന്നാമതല്ല കടം എന്ന് വെച്ചാല് കൊറോണ വന്നപ്പോൾ എൻ്റെ അച്ഛൻ്റെ അമ്മക്ക് തളർന്നു പോയി. അപ്പം എൻ്റെ അച്ഛൻ മാത്രമേ വീട്ടിൽ നിന്ന് പണിക്കുള്ളൂ. ഞങ്ങൾ പഠിക്കാൻ പോവും, അമ്മ ലച്ചുവിനെ നോക്കണം. അപ്പം ഒരു ആഴ്ച 7,000 രൂപയൊക്കെ കടം ഉണ്ടായ ടൈമിന്. അപ്പം ആ ടൈമിനാണ് ഞാൻ അച്ഛനോട് ഇത് പറഞ്ഞത്. പക്ഷെ അന്ന് കാശില്ലെങ്കിലും അച്ഛൻ എനിക്ക് പൈസ ഒപ്പിച്ച് തരാറുണ്ടായി. പക്ഷെ അച്ഛൻ ആ പൈസ തന്നതുകൊണ്ടാണ് അല്ലേ അത് ആഗ്രഹം പറഞ്ഞു. ആ പൈസ 5,000 രൂപ അന്നത്തത് വലിയ എമൗണ്ട് ആണ്. ആ എമൗണ്ട് തരുന്നു, മകൾ അത് തിരിച്ച് ബിസിനസ് ചെയ്ത് കൊടുത്തില്ലേ? അതാണ് സ്പിരിറ്റ്. കാരണം ഈ നമ്മുടെ ഫിനാൻഷ്യലി നമ്മൾ അത്രയും ബുദ്ധിമുട്ടുള്ള സമയത്ത് നമ്മുടെ ആഗ്രഹത്തിനൊത്ത് കൂടെ ഒരു ഫാമിലി ഉണ്ടാവുക, അത് അവർക്ക് ഇപ്പം അത് ചെയ്തത് നന്നായിരിക്കും എന്ന് അവർക്ക് തോന്നുന്നുണ്ട് അല്ലേ? അത് മോളത് നന്നായിട്ട് ചെയ്തു, അത് ബിസിനസ് സക്സസ്ഫുൾ ആയി. ഇന്ന് ഇപ്പോൾ കൃഷ്ണപ്രിയ എന്ന് പറയുന്ന കുട്ടിയെ സോഷ്യൽ മീഡിയയിൽ എല്ലാവർക്കും അറിയാം. ഇപ്പോൾ പല ജില്ലകളിൽ നിന്ന് പല സ്ഥലങ്ങളിലായിട്ട് ഓർഡേഴ്സ് വരുന്നുണ്ട്. ഇതൊക്കെ എവിടെ നിന്നാണ്? ആ 5,000 രൂപയിൽ നിന്നാണ്. അപ്പം അച്ഛനാണ് ഇതിൻ്റെയൊക്കെ ഒരു തുടക്കം, അച്ഛനാണ് ഇതിന് ഒരു മോറൽ സപ്പോർട്ട് തന്നത് അല്ലേ? അപ്പോൾ അത് എപ്പോഴും അച്ഛനിപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും ഇങ്ങനൊരു മകളുണ്ടായതും മകളിൽ നിന്ന് ഇത്രയധികം നല്ല കാര്യങ്ങൾ കിട്ടിയതിലൊക്കെ. അപ്പം ചുറ്റുമുള്ള ആൾക്കാരോട് ഇപ്പം അച്ഛൻ സ്മാർട്ടായി നിന്ന് തിരിച്ച് മറുപടി പറയുന്നുണ്ടാവും. അവിടെയാണ് എന്താ ഇപ്പം അതുകൊണ്ട് അന്നൊക്കെ അച്ഛനോട് ആരും മിണ്ടത്തില്ല എന്ന് പറഞ്ഞാൽ എല്ലാവരും അല്ല, അത്യാവശ്യം പൈസ ഉള്ള കുറച്ച് ആൾക്കാരൊന്നും മിണ്ടില്ലായിരുന്നു. ഞാൻ അന്ന് റീച്ച് ആയിക്കാണ്ട് അച്ഛൻ എൻ്റെ അടുത്ത് ഓടിയും സന്തോഷത്തിൽ പറഞ്ഞ്, എടി അന്ന് ഞാൻ നോക്കി ചിരിച്ചവർ പോലും എന്നോട് മിണ്ടിയിട്ടുണ്ടായില്ല, അങ്ങനെയുള്ളവർ വരെ വണ്ടി നിർത്തി ഇറങ്ങി എൻ്റെ അടുത്ത് ഓടി വന്ന് സംസാരിച്ച് എന്നൊക്കെ വന്നിട്ട് അച്ഛൻ പറഞ്ഞായിരുന്നു. സന്തോഷം. ഇന്ന് അച്ഛൻ എന്തെങ്കിലും ചെയ്തു കൊടുക്കണം അങ്ങനെ ആഗ്രഹമുണ്ടോ? ഇപ്പൊ ഒരു ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണ് ഇപ്പൊ, ഓഫ് കോഴ്സ് ഇത്ര ചെറുപ്പത്തില് എന്താ പണ്ട് തൊട്ടേ അച്ഛനായിട്ട് സ്വർണ്ണം, അച്ഛനെന്നല്ല ഞങ്ങളുടെ വീട്ടില് എനിക്ക് ആർക്കും തന്നെ സ്വർണ്ണത്തിനൊന്നും ഉണ്ടായിട്ടില്ല. എല്ലാരും വാങ്ങുമ്പോ ഞാൻ കൂടെ പോകുമായിരുന്നു കാണാനൊക്കെ. അത് ഞാനിങ്ങനെ നോക്കിയിരിക്കുമ്പോ അച്ഛൻ എന്നെ വിളിച്ചിട്ട് പറയും, എന്തെങ്കിലും ഒരിക്കൽ നമുക്ക് കാശ് തരും, അപ്പൊ ഞാൻ ഇതൊക്കെ വാങ്ങി തരാന്ന് പറഞ്ഞ. അപ്പൊ ഇപ്രാവശ്യം ബർത്ത്ഡേക്ക് ഞാൻ അച്ഛന് എന്നെക്കൊണ്ട് പറ്റണ പോലെ ഒരു ചെറിയ മോതിരമൊക്കെ വാങ്ങിക്കൊടുത്ത് ഭയങ്കര സന്തോഷമായി. അതൊക്കെ എല്ലാവർക്കും കാണിച്ചൊക്കെ കൊടുത്ത്. പിന്നെ എന്ത് വേണോ? 20 ഞാനൊക്കെ 20 വയസ്സിൽ എന്ത് ചെയ്യായിരുന്നു? 20 വയസ്സിൽ സ്വന്തമായി ജോലി എടുത്ത് സമ്പാദിച്ച് പാരൻസിന് ഗോൾഡ് വാങ്ങിക്കൊടുക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമില്ല. സത്യത്തിൽ എനിക്ക് ബഹുമാനം തോന്നുന്നുണ്ട്.